ഹബീബായ നബി തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നവർ പുറത്താക്കുന്നത് സയ്യിദുനാ സിദ്ദീഖ് തങ്ങളെയാണ്, മഹാന്മാരായ സ്വഹാബത്തിനെയാണ്. സിദ്ദീഖ് തങ്ങളുടെ വസിയ്യത്ത് റസൂലുള്ളാഹിന്റെ ഹുജറയുടെ മുന്നിൽ ചെന്ന് നിങ്ങൾ അനുവാദം ചോദിക്കണം. എന്നിട്ട് എന്റെ ജനാസയ്ക്ക് അനുമതി കിട്ടിയാൽ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം. അവിടുന്ന് നിർദ്ദേശമൊന്നും കിട്ടിയില്ലെങ്കിൽ ജന്നത്തുൽ ബഖീഇലേക്ക് എന്നെ കൊണ്ടുപോയി അടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറുള്ളത് അവിടുത്തെ വീടിന്റെ ഉള്ളിലല്ലേ, അത് അവിടുത്തെ പ്രൈവറ്റ് സ്പേസ് അല്ലേ. അനുമതി ചോദിക്കൂ. സ്വഹാബത്ത് ചെന്നു നിന്ന് വിളിച്ചു, ഞങ്ങൾ എന്തു വേണം, അങ്ങയുടെ സഹചാരിയായ സിദ്ദീഖിന്റെ ജനാസ ഇതാ. ഉടനെ കേൾക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തോ, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിച്ചോ, ഹബീബിനെ ഹബീബിലേക്ക് കൊണ്ടുവന്നോ. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അവിടുത്തെ ചാരത്തു തന്നെ അടക്കാനുള്ള കാരണം. ഈ ചരിത്രം ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഇമാം ഹലബി അവിടുത്തെ സീറയിൽ രേഖപ്പെടുത്തുന്നുണ്ട്.